അപ്പോൾ കണിച്ചക്ക നമുക്ക് ഇടിച്ചക്ക ആക്കിയാലോ. ഞാൻ ഇതുവരെ ഇടിച്ചക്ക തോരൻ വെച്ചിട്ടില്ല, പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ കഴിച്ചിട്ടുമില്ല. പിന്നെ മറക്കണ്ട, നമ്മളെ ചാനലിൽ ഒരുപാട് പേര് നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് സന്തോഷം. അപ്പോൾ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ കാണണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാണ്ട് ഇതുവരെ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അമ്മയെടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അമ്മ വേവിക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തോരൻ വെക്കുന്ന കണക്കങ്ങ് വെച്ചെടുത്താൽ മതി, കൊച്ചുള്ളി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ദാണ്ട് ഇത് അറുത്തെടുക്കുന്നുണ്ട്. അറുക്കാൻ ഭയങ്കര പാടായിരുന്നു, തൊലിക്ക് നല്ല കട്ടിയുണ്ടായിരുന്നു ചെറുതാണെങ്കിൽ. അങ്ങനെ അതൊക്കെ വെട്ടി കണ്ടിച്ചൊക്കെ എടുത്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അമ്മ പറഞ്ഞു കുക്കറിൽ വേവിച്ചാൽ മതിയെന്ന്. പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ, പിന്നെ കുക്കർ എടുക്കാനുള്ള മടി കൊണ്ടും കഴുകി വെക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഇരുമ്പേട്ടി തന്നെ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വേവിച്ച്. സംഭവം ഇത് പെട്ടെന്ന് വെന്ത് വന്നു. ഇത് പിഞ്ചാണോ നല്ല ചക്കയെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ടങ്ങ് എടുത്ത് ചെയ്തതാണ്. അങ്ങനെ ദാണ്ട് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം പെട്ടെന്ന് വെന്ത് വന്നത്. കരണ്ടി ഇങ്ങനെ നമ്മൾ താക്കുമ്പോഴേ അത് നന്നായിട്ട് പൊളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടാണ് വേവിച്ചത്. പിന്നെ ഇത് ഒന്നി ചൂടാറുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ പിച്ചി എടുക്കാം, കാരണം ഭയങ്കര വെന്ത് കഴിയുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും. അല്ലെങ്കിൽ അരകല്ലിലോ ഇടികല്ലിലോ വെച്ച് ചതച്ചെടുക്കാം. ഞാൻ ഇടികല്ലിൽ വെച്ച് ചതച്ചെടുത്തതാണ്. അത് കഴിഞ്ഞതിന് ശേഷം അരപ്പിനുള്ള കൂട്ടിന് ഞാൻ എടുത്തത് കൊച്ചുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ജീരകം ചതച്ചത്, കുരുമുളക് പൊടി കുറച്ചായിരിക്കും, പിന്നെ നമ്മുടെ തേങ്ങ. ഇത് ഇത്രയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ താളിക്കുന്ന പോലെയാണ്. ഞാൻ സവാള അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. കറിവേപ്പിലയും വറ്റൽമുളകും കടുകും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന വേവിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച ചക്കയില്ലേ, അതെടുത്ത് അതിനകത്തോട്ടിട്ട് പിന്നെ നമ്മൾ അരപ്പിന് വേണ്ടുന്ന ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. കാരണം ചക്കയ്ക്ക് നമ്മൾ ഉപ്പിട്ടില്ലേ വേവിച്ച്, അതിന് അരപ്പിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതെല്ലാം കൂടെ കൊച്ചുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നല്ലോണം ഞെവിടി ചേർത്ത്, പിന്നെ പച്ചമുളകാണ് എരിയുള്ള പച്ചമുളകാണെങ്കിൽ കൈയൊക്കെ പിന്നീട് നല്ലോണം കഴുകുക, അല്ലെ മൂക്കിലും കണ്ണിലൊക്കെ പറ്റിയ പിന്നെ പണി മേടിക്കും. അപ്പം നല്ലോണം ഞെവിടി കൂട്ടണം, നല്ല തേങ്ങാപ്പാലൊക്കെ വരുന്ന രീതിയിൽ ഞെവിടി കൂട്ടിയതിന് ശേഷം നമ്മൾ അരപ്പിനകത്ത് ചക്കയുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ചക്കയൊക്കെ വെന്തതാണ്, നമ്മൾ അരപ്പിൻ്റെ പച്ചമണം മാത്രം പോയാൽ മതി. ഇതുപോലെ തട്ടിക്കൂട്ടി വെച്ചതിന് ശേഷം ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് തവിയാനായിട്ട് വെച്ച്, അരപ്പിൻ്റെ ഇത് മാറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു 5 മിനിറ്റ് ആവുന്നതിന് മുമ്പേ സൂപ്പറും മണം വരുന്നുണ്ടായിരുന്നു, നല്ല മണമായിരുന്നു. ചിലപ്പം കൊച്ചുള്ളിലേക്ക് ഇങ്ങനെ ചതച്ചിട്ടുകൊണ്ടായിരിക്കും. അങ്ങനെ പിന്നീട് അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് ഉപ്പ് വേണമെന്ന് തോന്നിയപ്പം കുറച്ച് ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് തലേന്ന് ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് ഞാൻ എന്തോ ചെയ്ത്, തലേന്നത്തെ ബീഫ് ഉണ്ടായിരുന്നു, ആ ബീഫ് ഞാനൊന്ന് വഴട്ടി ഒന്ന് ഗ്രേവിയൊന്നും ഇല്ലാത്ത രീതിയിലെടുത്ത്. സംഭവം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. എനിക്ക് കഴിച്ചായിട്ട് ഓർമ്മയില്ല, പക്ഷേ ഇത് നല്ലൊരു തോരനായിരുന്നു ബീഫിൻ്റെ കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.